മറിയമിലേക്ക് അള്ളാഹു തിരിച്ചുവിട്ട അവന്റെ കലിമത്തുൽ ഖൽഖ് വ തക്വീനായ കുൻ എന്നുള്ള വചനം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാകുന്നു ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. വറൂഹും മിൻ, അള്ളാഹുവിങ്കൽ നിന്നുള്ള റൂഹാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ വിഷയത്തിൽ പലരും തെറ്റിപ്പോയിട്ടുണ്ട്. റൂഹും മിൻഹു എന്ന് പറഞ്ഞുകൊണ്ട് മിൻഹു വ്യാഖ്യാനിച്ചിട്ട് പലരും തെറ്റി. ഒന്ന്, ആദ്യമായി അതിൽ തെറ്റിയിട്ടുള്ളത് നസ്വാറാക്കളാണ്. അവര് റൂഹും മിൻഹു, അള്ളാന്റെ തന്നെ റൂഹാണ് എന്നാണ് അവർ വെച്ചത്. അള്ളാന്റെ റൂഹാണ്. അപ്പൊ അള്ളാന്റെ പുത്രനായി അല്ലെങ്കിൽ അള്ളന്നെയായി യാതൊരു സംശയമല്ല. അള്ളാന്റെ ഒരു ജുസാണ് എന്നാണ് ആ റൂഹും മിൻഹു എന്നതിന് അവർ വ്യാഖ്യാനിച്ചത്. എന്നാൽ ഇവിടെ അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിൻഹു എന്ന് പറയുന്നത് ഏതൊരു കാര്യം ഖായിമത്തും ബിനഫ്സിഹാ, സ്വന്തം നിലക്ക് നിലനിൽക്കുന്ന കാര്യമാണോ അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടി, ആ സൃഷ്ടിക്ക് അള്ളാഹു സവിശേഷത കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ്. മിൻഹു എന്നത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന, ഇളാഫത്ത് ചെയ്ത് പറയുന്ന, അള്ളാഹുവിലേക്ക് ഇസ്നാദ് ചെയ്ത് പറയുന്ന ഏതൊരു കാര്യം ഇദാ കാന ഐനൻ ഖായിമൻ ഖായിമത്തൻ ബിനഫ്സിഹാ, അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത് 2-3 രൂപത്തിൽ വരും. ഒന്ന് ഐൻ ഖായിമ ബിനഫ്സിഹാ, ഐനുൻ ഖായിമത്തുൻ ബിനഫ്സിഹാ, ഇതാണ് ഒന്നാമത്തെ. അതിനൊരു ഐനുണ്ട്, ഒരു സത്തയുണ്ട്. ഖായിമ, അത് നിലകൊള്ളുന്നു. ബിനഫ്സിഹ, സ്വയമായി. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം സ്വയം നിലകൊള്ളുന്ന ഒരു അസ്തിത്വമാണ്. അതിനാൽ ഈസാ നബി റൂഹും മിൻഹു എന്ന് അല്ലാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്? രണ്ടാമത്തേത് അയ്യകൂന ശൈഅൻ മുളാഫൻ ഇലാ ഐനിൻ മഖ്ലൂഖ യഖൂമു ബിഹാ, ഒരു കാര്യം മുളാഫ്, ആ കാര്യത്തെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഇലാ മഖ്ലൂഖില്ല, അല്ലാഹുവിന്റെ മഖ്ലൂഖിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഷൈ മുളാഫ് ഇലാ മഖ്ലൂഖില്ല. മൂന്നാമത്തേത് ഗൈർ മുളാഫ് ഇലാ മഖ്ലൂഖില്ല. വളരെ ആശയക്കുഴപ്പം ഇതിന്റെ വ്യാഖ്യാനം പലർക്കും ഉള്ളത് കൊണ്ടാണ് അത് ഞാൻ വേർതിരിച്ച് പറഞ്ഞത്. അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നത് ഓരോന്നെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഐനുൻ ഖായിമത്തുൻ ബിനഫ്സിഹാ, സ്വന്തമായി നിലകൊള്ളുന്ന ഒരു കാര്യമായിരിക്കും. ഏതുപോലെ ഈസ, സ്വന്തമായ അസ്തിത്വമുണ്ട്. പക്ഷെ ഈസയെ കുറിച്ച് പറയുമ്പോൾ അലൈഹിസ്സലാം റൂഹും മിൻ, അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭൂമിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന അർളീ വാസിഅ, ഭൂമി എന്ന് പറഞ്ഞാൽ ഐനുൻ ഖായിമത്തുൻ ബിനഫ്സിഹാ, സ്വയം നിലകൊള്ളുന്ന അസ്തിത്വമുള്ള ഉണ്മയുള്ള ഒരു വസ്തുവാണ്. അതിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ കഅബയെ കുറിച്ച് പറഞ്ഞു അൻതഹിറ ബൈതിയ ലിത്വായിഫീന വൽ ആകിഫീൻ, എന്റെ ബൈത്ത് കഅബ എന്ന് പറയുന്നത് ഐനുൻ ഖായിമത്തുൻ ബിനഫ്സിഹാ, സ്വതന്ത്രമായി നിലകൊള്ളുന്ന, സ്വന്തമായി നിലകൊള്ളുന്ന ഒരു അസ്തിത്വം തന്നെയാണ്. അതുപോലെ തന്നെ നാഖത്തുല്ലാഹി ലക്കും ആയ എന്ന് പറയുന്നിടത്ത് സാലിഹ് നബിക്ക് കൊടുത്തിട്ടുള്ള ഒട്ടകം അള്ളാഹുവിന്റെ ഒട്ടകം. ഇങ്ങനെ സ്വന്തം നിലക്ക് നിലകൊള്ളുന്ന ചില വസ്തുക്കളെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടി എന്ന് മാത്രമാണ്. ഇതിന്റെ മഅന അങ്ങനെയാണെങ്കിൽ അത് യകൂനു ഖൽഖൻ ലില്ലാഹ്, യകൂനു ഖൽഖൻ ലില്ലാഹ്, അത്രയാകും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ റൂഹും മിൻഹു എന്ന് ഈസാ നബിയെ കുറിച്ച് പറഞ്ഞാൽ ഈസാ നബി അള്ളാഹുവിന്റെ ഒരു സവിശേഷ സൃഷ്ടിയാണ് എന്ന് മാത്രമേ അർത്ഥം വരുള്ളൂ. ഏതുപോലെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ജമീഅൻ മിൻ, അള്ളാഹു ആകാശത്തിലും ഭൂമിയിലുള്ള എല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ജമീഅൻ മിൻഹു, അതിലുള്ള മുഴുവൻ വസ്തുക്കളെയും അള്ളാഹ് എന്താണ്? മിൻഹു, അള്ളാഹുവിലേക്ക് ചേർത്താ പറഞ്ഞു. അതൊക്കെ അള്ളാന്റെ സൃഷ്ടിയാണ്. അപ്പൊ അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നവ അത് അള്ളാന്റെ ഭാഗമാണ്, അള്ളാഹ് തന്നെയാണ് എന്നതിനെ വ്യാഖ്യാനിക്കുന്നത് അബദ്ധമാണ്. ആകാശവും ഭൂമിയും അവയിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും ജമീഅൻ മിൻഹു എന്ന് അള്ളാഹു പ്രയോഗിച്ച അതേ അർത്ഥത്തിലാണ്, ജമീഅൻ മിൻഹു എന്ന് പ്രയോഗിച്ച അതേ അർത്ഥത്തിലാണ് അത് ഖൽഖൻ ലില്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടി മാത്രമാണ്. രണ്ടാമത് വേറൊരു ഇനം വരുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ അൻ യകൂന ശൈഅൻ മുളാഫൻ ഇലാ ഐനി മഖ്ലൂഖത്തിൻ യഖൂമു ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരു സൃഷ്ടിയുടെ ഐനിലേക്ക്, അള്ളാന്റെ ഒരു മഖ്ലൂഖിലേക്ക് ചേർത്ത് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അള്ളാന്റെ ഒരു മഖ്ലൂഖിലേക്ക് ചേർത്ത് പറയുന്ന കാര്യം ഏതുപോലെ വറൂഹും മിൻഹു എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈസാ നബി അള്ളാന്റെ മഖ്ലൂഖാണ്, അത് നേരത്തെ നമ്മൾ പറഞ്ഞത് കിട്ടി. ഇനി ഈസാ നബിയുടെ റൂഹ്, ഈസാ നബിക്കുള്ള റൂഹ് അത് എന്ത് റൂഹാണ്?
സൃഷ്ടിയിലേക്ക് ഖായിമുൻ ബിനഫ്സിഹായ സൃഷ്ടിയിലേക്കാണ് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഒരു സൃഷ്ടിയുടെ ഐനിലേക്ക് ചേർത്ത് പറയുന്ന മറ്റേതൊരു വിശേഷണവും അതും എന്ത് മാത്രമായിരിക്കും? അല്ലാഹുവിന്റെ സൃഷ്ടിയായിരിക്കും. ഇപ്പൊ ഈസാ നബിക്ക് റൂഹും മിൻഹു എന്ന് പറഞ്ഞാൽ അല്ലാഹ് അവന്റെ സൃഷ്ടിജാലങ്ങൾക്ക് നൽകുന്ന റൂഹുണ്ട്, അത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഇപ്പൊ എനിക്ക് റൂഹ് അല്ലാഹ് നൽകി, നിങ്ങൾക്ക് റൂഹ് അല്ലാഹ് നൽകി, അതുപോലെ തന്നെ പലർക്കും അല്ലാഹ് റൂഹ് നൽകി, മനുഷ്യന്മാർക്കൊക്കെ അല്ലാഹ് റൂഹ് നൽകി. ഈ നൽകിയ റൂഹ് അല്ലാഹുവിന്റെ റൂഹല്ല, അല്ലാഹുവിന്റെ സൃഷ്ടിയായ റൂഹാണ്. അതിനുള്ള കാരണം അല്ലാഹുവിന്റെ സൃഷ്ടിയുടെ ഐനിന്മേൽ വിശേഷിപ്പിക്കപ്പെടുന്ന, അല്ലാഹുവിന്റെ സൃഷ്ടിയായ ഒരു സൃഷ്ടിയുടെ അസ്തിത്വത്തിന്മേൽ ചേർക്കുകയും അതിലേക്ക് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം അത് സൃഷ്ടി മാത്രമേ ആയിരിക്കുകയുള്ളൂ. അതല്ലാതെ അള്ളാന്റെ സൃഷ്ടിയിൽ അള്ളാഹ് വന്നിറങ്ങുക എന്നുള്ളൊരു കാര്യമല്ല. അത് അദ്വൈതമാണ്, അവതാരവാദമാണ്. അത് ദീനിൽ, ഇസ്ലാം ദീനിൽ അതില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് റൂഹും മിൻഹു, ഈസാ നബിന്റെ റൂഹ് അള്ളാന്റെ ജുസ്ആയിട്ടുള്ള റൂഹല്ല, അള്ളാന്റെ ഖൽഖായിട്ടുള്ള റൂഹ്. എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അള്ളാഹു കൊടുത്തതുപോലെ അവനിൽ നിന്നുള്ള അവന്റെ സൃഷ്ടിയായിട്ടുള്ള ആ റൂഹ് തന്നെയാണ് ഈസാ നബിക്കും കൊടുത്തത് എന്നാണ് ഇതിന്റെ അർത്ഥം വരിക. മൂന്നാമത്തെ ഒരു കാര്യം, അയ്യകൂന വസ്ഫൻ ഗൈറ മുദാഫിൻ ഇലാ ഐനിൻ മഖ്ലൂഖ, അല്ലാഹുവിന്റെ സൃഷ്ടിയായിട്ടുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയിലേക്ക് ചേർത്ത് പറഞ്ഞതല്ലാത്ത ഒരു വിശേഷണം അത് അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ സിഫത്താണ്. ഏതുപോലെ ഇന്നിസ്തഫൈതുക അലന്നാസി ബിരിസാലാതി വബികലാമി, സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറഞ്ഞു ഫർരിസാലത്തു വൽ കലാം, ഞാൻ താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു അലന്നാസ്, മറ്റു മനുഷ്യരെക്കാൾ, ബിരിസാലാത്തി, എന്റെ റിസാലത്ത് കൊണ്ടും, വബികലാമി, എന്റെ കലാമു കൊണ്ടും. ഇവിടെ റിസാലത്ത് കലാം എന്ന് പറയുന്നത്, ആ റിസാലത്തും കലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാം ആ സൃഷ്ടിയുടെയിലേക്കല്ല ചേരുന്നത്, റിസാലത്ത് ആ സൃഷ്ടിയിലേക്കല്ല ചേരുന്നത്, അത് അള്ളാഹുവിലേക്കാണ് ചേർത്തിട്ടുള്ളത്. അത് ഇതുമായി അള്ളാഹുവിന്റെ സൃഷ്ടിയുമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ചേർത്തമല്ല. അതാകുമ്പോൾ അത് അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹിന്റെ സിഫത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ ദാത്തുമായി, ദാത്തിൽ നിന്ന് വേർപിരിയാത്ത സിഫത്താണ്, അത് മാത്രമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ഹദീസിനെയോ അല്ലെങ്കിൽ ഈ വാക്കിൽ വന്നിരിക്കുന്ന ഖുർആൻ വചനങ്ങളെയോ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ഈസ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടി മാത്രമാണ്. കാരണം ഐനുൻ ഖായിമത്തുൻ ബിനഫ്സിഹ, സ്വന്തമായി സ്വതന്ത്രമായി നിലകൊള്ളുന്ന ഒരു സൃഷ്ടിയാണ്. രണ്ടാമത്തേത് ഈസാ നബിയിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുന്ന റൂഹ്, അത് ഈസാ നബി എന്ന് പറയുന്ന സൃഷ്ടിയിലേക്ക് ചേർത്ത് പറഞ്ഞതിനാൽ അത് ആ സൃഷ്ടിയുടെ വിശേഷണമാണ്. എന്നാൽ ഇതല്ലാത്ത നിലക്ക് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന സ്വന്തമായി നിൽക്കുന്ന ഒരു അസ്തിത്വമല്ല, മറ്റേതെങ്കിലും ഒരു സൃഷ്ടിയെ വിശേഷിപ്പിച്ച വിശേഷണവുമല്ല. അല്ലാതെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ അതാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചും നിസാലാത്തിനെ കുറിച്ചും പറഞ്ഞത്. അപ്പൊ അള്ളാഹ്ക്ക് കലാമുണ്ട്, കലാം എന്നുള്ളത് അള്ളാഹിന്റെ സിഫത്താണ് എന്ന് വരും. അതിനാൽ ഈ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പലരും വഴിതെറ്റിപ്പോയതുപോലെ തെറ്റിപ്പോകരുത്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അബ്ദുല്ലാഹ്, അള്ളാഹിന്റെ അബ്ദാണ്. വറസൂലുഹു, അള്ളാഹു നിയോഗിച്ചിട്ടുള്ള റസൂലുമാണ്. വറൂഹും മിൻ, അള്ളാഹുവിങ്കൽ നിന്നുള്ള റൂഹാണ്. ആ റൂഹ് എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിങ്കൽ നിന്നുള്ള റൂഹാണ് എന്ന് പറഞ്ഞാൽ ആ റൂഹ് എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അള്ളാഹു റൂഹ് കൊടുക്കുന്നു. ആ റൂഹ് തന്നെയാണ് ഈസാ നബിക്കും കൊടുത്തിട്ടുള്ള അള്ളാന്റെ സൃഷ്ടിയായിട്ടുള്ള റൂഹ്. അതല്ലാതെ അള്ളാന്റെ റൂഹ് എന്ന അർത്ഥം വരികയാണെങ്കിൽ അതൊരു സൃഷ്ടിയിലേക്ക് ചേരൂല, ഒരു സൃഷ്ടിയിലേക്ക് അത് വിശേഷിപ്പിക്കപ്പെടൂല. സൃഷ്ടിയിലേക്ക് വിശേഷിപ്പിക്കപ്പെടുന്ന വിശേഷണങ്ങൾ ആ സൃഷ്ടിയുടെ വിശേഷണമാണ്. അള്ളാഹുവിലേക്ക് മാത്രം സ്വന്തമായി നിലകൊള്ളാത്തതോ ഒരു സൃഷ്ടി നിലകൊള്ളാത്തതും ഒരു സൃഷ്ടിയിലേക്ക് വിശേഷിപ്പിക്കപ്പെടാത്തതും അള്ളാഹുവിലേക്ക് ചേർത്തതും അതാണ് അള്ളാഹിന്റെ സിഫാത്തുകൾ. എന്നാൽ സ്വന്തമായി നിലകൊള്ളുന്ന ഒന്നോ സ്വന്തമായി നിലകൊള്ളുന്ന ഒരു സൃഷ്ടിയിലേക്ക് വിശേഷിപ്പിക്കുന്നതോ ആയ വിശേഷണങ്ങൾ അത് അള്ളാഹിന്റെ വിശേഷണങ്ങളല്ല, അത് അള്ളാഹിന്റെ സൃഷ്ടികൾ മാത്രമാണ്. വൽ ജന്നത ഹഖ്, അതിന്റെ പുറമെ അയാൾ സാക്ഷ്യപ്പെടുത്തുന്നു വൽ ജന്നത ഹഖുൻ, ജന്നത്ത് സത്യമാണ്, സ്വർഗം. അഹ്ലു സുന്ന വൽ ജമാഅ സ്വർഗത്തെ കുറിച്ച് വിശ്വസിക്കുന്നത് മഖ്ലൂഖത്തുൻ അൽആൻ, അത് സൃഷ്ടിയാണ്, ഇപ്പൊ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുള്ളതുമാണ്. ആർക്കാണ് അല്ലാഹു സ്വർഗം തയ്യാറാക്കിയിട്ടുള്ളത്? ഉഇദ്ദത ലിൽ മുത്തഖീൻ,
മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹ് സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. എത്രയാണ് അതിന്റെ വലിപ്പം? അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിശാലതയാണ് അതിനുള്ളത്. പിന്നെ ആ സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ ഹദീസിൽ നിരവധി കാര്യങ്ങൾ. ആ വിശേഷിപ്പിക്കപ്പെട്ട ഒന്നുപോലും ഖുർആനിന്റെ വചനത്തിലോ സഹീഹായ ഹദീസിലോ വന്ന ഒരു കാര്യം പോലും നിഷേധിക്കാതെ ആ വിശേഷണങ്ങളോട് കൂടി ആ സ്വർഗത്തെക്കുറിച്ച് അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. അത് അല്ലാഹുവിന്റെ മഖ്ലൂഖത്താണ്. മഖ്ലൂഖത്ത് അത് രണ്ടും സ്വർഗവും നരകവും മഖ്ലൂഖത്താനിൽ ആൻ, ഇപ്പൊ സൃഷ്ടിച്ചു കഴിഞ്ഞതാണ്, ഇനി സൃഷ്ടിക്കൊള്ളൂ എന്നുള്ളതല്ല. മാത്രമല്ല സ്വർഗവും ആ നരകവും നശിക്കൂല. ലാ തഫ്നയാനി അബദ. അതിൽ നരകം നശിക്കൂല എന്ന് പറയുമ്പോൾ വഫീഹി തഫ്സീൽ, അതിന്റെ തഫ്സീലുണ്ട്. എന്താ തഫ്സീൽ? ഉസ്വാത്തുകളെ, മുഅ്മിനീങ്ങളിൽ പെട്ടിട്ടുള്ള ഉസ്വാത്തുകളെ, തൗഹീദുള്ള എന്നാൽ മറ്റു ചില പാപങ്ങൾ ചെയ്ത് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലാത്ത പാപങ്ങളുള്ള ആളുകളുണ്ടല്ലോ, ആ പാപങ്ങൾക്ക് അവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടി ശിക്ഷിക്കുന്ന ആ നരകം, ഉസ്വാത്തുകളെ ശിക്ഷിക്കുന്നതായ ആ നരകം, അത് അവർക്കുള്ള ശിക്ഷ കഴിഞ്ഞാൽ ആ ഭാഗം നശിച്ചു പോകും. എന്നാൽ മുശ്രിക്കുകളും കുഫാറുകളുമായ ശാശ്വതമായി നരകത്തിൽ കിടക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്ന ആ നരകം അത് നശിക്കുകയില്ല തന്നെ. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ അഖീദ. അതിനാൽ വൽ ജന്നത ഹഖ്, സ്വർഗ്ഗം സത്യമാണ്. വന്നാറ ഹഖ്, അതുപോലെ തന്നെ വന്നാറ ഹഖ്, നരകവും അതുപോലെ സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളതാണ്, അത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഒരുക്കി വെച്ചിരിക്കുന്നത് കുഫാറുകൾക്ക് വേണ്ടിയാണ്. കുഫാറുകളെ ശിക്ഷിക്കുന്നതിനുള്ള ഒരു നരകമുണ്ട്, അതിന് പുറമെ ഉസാത്തുകളെ ശിക്ഷിക്കുന്നതിനുള്ള ഒരു നരകമുണ്ട്. ആ നരകം എന്ന് പറഞ്ഞാൽ എത്ര കൊടുത്താലും മതിയാകാത്തതാണ്. അതിലേക്ക് സംഘമായി ആളുകളെ കൊണ്ടുപോയി തള്ളുമ്പോ നരകം ചോദിക്കും ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ, ഇനിയുണ്ടോ. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ആർത്തിയോട് കൂടി കൂടുതൽ ചോദിക്കുമ്പോൾ തന്റെ കാല് അതിനുമേൽ വെക്കുന്നു, തന്റെ ഖദം. അപ്പോൾ അത് പറയുന്നു ഖത്തിൻ ഖത്തിൻ, മതി മതി എന്ന് പറയും. ആ നരകവും സ്വർഗവും അത് ഉള്ളവയാണ്, ഇപ്പോൾ തന്നെ ഉണ്ട്, സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, അത് അള്ളാന്റെ സൃഷ്ടികളാണെന്ന് വിശ്വസിക്കുന്നു. ഇതൊരാൾ വിശ്വസിച്ചാൽ, വിശ്വസിക്കാന്നല്ല, ഷഹീദ, ആ വാക്ക് ഒന്ന് അടിവരടന്റെ വാക്ക്. നമ്മൾ എവിടുന്നാ തുടങ്ങിയ ഹദീസിന്റെ ഇബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായ അദ്ദേഹം തുടങ്ങിയത് മൻ ഷഹീദ. ആ ഷഹീദിന്റെ അർത്ഥം മറന്നു പോവുകയോ അല്ലെങ്കിൽ മനസ്സിലാകാതിരിക്കുകയോ ചെയ്തിട്ട് ചില ആളുകൾ കരുതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അബ്ദുഹു വ റസൂലുഹു, അതുപോലെ തന്നെ ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമതുഹു അൽഖാഹ ഇലാ മർയമ വ റൂഹും മിൻ വൽ ജന്നത ഹഖ് വന്നാറ ഹഖ് എന്നൊരാൾ പറഞ്ഞാൽ എന്നാണ് അവിടെ പറഞ്ഞത്, ഷഹീദാന്നാണ്, പറഞ്ഞാൽ എന്നല്ല. ഹദീസിലെ ലഫ്ദ് അത് ശരിക്ക് അടിവരയിട്ടിട്ട് ശ്രദ്ധിക്കണം. ഇതൊരാൾ നാവുകൊണ്ട് പറയാ, തലഫ്ഫുൾ അല്ല ഉദ്ദേശിക്കുന്നത്, ഷഹാദത്താണ്. ഷഹാദത്ത് എന്ന് പറയുന്നതിന്റെ മഅന അക്സറു മിന തലഫ്ഫുൾ, തലഫ്ഫുൾ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൽ കൂടിയ ഒരു കാര്യമാണ്. അത് മനസ്സാ അംഗീകരിക്കും. മനസ്സ് അംഗീകരിച്ച ആ കാര്യത്തെ അയാൾ സ്വകാര്യമാക്കി വെച്ചാൽ പോരാ, അത് അയാൾ പ്രഖ്യാപിക്കണം. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യം, നാവ് കൊണ്ട് എല്ലാവരുടെയും മുമ്പാകെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യം, ആ കാര്യം അയാളുടെ വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസത്തിനനുസൃതമായിട്ട് അയാളുടെ ജീവിത വ്യവഹാരങ്ങൾ, പ്രവർത്തനങ്ങൾ വരികയുള്ളൂ. അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ കൂടി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ഖലഹുല്ലാഹു അൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും.